കെ പ്രേമചന്ദ്രന് വീണ്ടും തിരിച്ചടി. മകൻ കാർത്തിക് പ്രേമചന്ദ്രന് ഇരവിപുരം സീറ്റില്ല. സെക്രട്ടേറിയറ്റിൽ കാർത്തികിന് സീറ്റ് നൽകുന്നതിനെ ചൊല്ലി ഷിബു ബേബി ജോണും എ അസീസ് പക്ഷവും എതിർത്തു. തന്റെ മകനെ മോശമായി പറയാൻ എ അസീസിനെ ആരാണ് നിയോഗിച്ചതെന്ന് കെ പ്രേമചന്ദ്രൻ ചോദിച്ചു. ചിലരുടെ മുഖം നിരാശയിലാകുന്നത് കണ്ടു എന്ന് ഷിബു ബേബി ജോണും പറഞ്ഞു. RSP സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ച MS ഗോപകുമാറിന്റെയും കാർത്തിക് പ്രേമചന്ദ്രന്റെയും പേരുകൾ എ അസീസ് വെച്ചു. ചർച്ചയിൽ കാർത്തിക്കിനും MS ഗോപകുമാറിനും എതിർപ്പ് വന്നു. തർക്കം രൂക്ഷമായി. സമവായമാണ് നല്ലതെന്ന് എ അസീസ് പറഞ്ഞു. പാർട്ടിക്ക് വേണ്ടി സമരം ചെയ്ത് പോലീസിന്റെ അടികൊണ്ട വേറെയും യുവാക്കൾ പാർട്ടിയിലുണ്ടെന്ന് കാർത്തിക്കിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചോദ്യം ചെയ്തവർ പറഞ്ഞു. തുടർന്ന് RYF സംസ്ഥാന സെക്രട്ടറി വിഷ്ണുമോഹന് നറുക്കു വീണു. മനസ്സില്ലാ മനസ്സോടെ കൊല്ലം MP സമ്മതിച്ചു. സംസ്ഥാന കമ്മിറ്റിയിൽ ഇരുപക്ഷവും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. തന്റെ മകൻ സ്ഥാനാർത്ഥിയല്ലെന്ന് പറയാൻ എ അസീസിനെ നിയോഗിച്ചത് ആരെന്ന് NK പ്രേമചന്ദ്രൻ ചോദിച്ചു. ഈ പാർട്ടിയുടെ ഒരു മുഖമായ തന്റെ മകനെക്കുറിച്ച് മോശമായി എ അസീസ് പറഞ്ഞത് ശരിയായില്ല. തനിക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയ കാര്യമാണെന്ന് വൈകാരികമായി പ്രേമചന്ദ്രൻ പ്രതികരിച്ചു. കാർത്തിക് പ്രേമചന്ദ്രന്റെ പേര് ഉയർന്നപ്പോൾ ചിലർ മൗനം പാലിച്ചുവെന്ന് ഷിബു ബേബി ജോൺ സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞു. ജയസാധ്യതയുള്ള ചവറയിലെ പ്രവർത്തകരിലടക്കം നേതൃത്വം രണ്ട് തട്ടിലാണെന്ന് തോന്നലുണ്ടാക്കി. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന തനിക്ക് അക്കാര്യം ബോധ്യപ്പെട്ടു. ചിലരുടെ മുഖം നിരാശയിലാവുന്നത് കണ്ടുവെന്ന് പിന്നീട് ഷിബു ബേബി ജോണും പ്രതികരിച്ചു. ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ചില ചർച്ചകൾ നടന്നു. പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടു. ആ പേരുകളെല്ലാം പരിശോധിച്ചുകൊണ്ട് അവസാനമായി RSP ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഇന്നിപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല. ഓരോ മണ്ഡല കമ്മിറ്റി അംഗത്തിൻ്റെ അടുത്ത് പേര് പറയാൻ പറഞ്ഞു. ഒരു കാരണവശാലും അവിടെ ഒരു വോട്ടെടുപ്പ് പാടില്ല എന്നുള്ള നിർദ്ദേശം തന്നെയാണ് പറഞ്ഞത്. പേരുകൾ നിർദ്ദേശിച്ച് മുകളിലേക്ക് അയക്കാനാണ് പറഞ്ഞത്. അതിന്റെ ഭാഗമായി പലരും പല അഭിപ്രായമുണ്ട്. സ്ഥാനാർത്ഥിയായി പരിഗണിച്ച തന്നെ ഒഴിവാക്കാൻ എന്താണ് കാരണമെന്ന് നേതൃത്വം വ്യക്തമാക്കണമെന്ന് MS ഗോപകുമാർ ചോദിച്ചു. AIYF-ൽ നിന്ന് വന്ന ആളാണ് ബാബു ദിവാരനെന്ന് പ്രേമചന്ദ്രൻ പക്ഷം കുറ്റപ്പെടുത്തി. അതേസമയം RSPയുടെ മണ്ഡലം, ജില്ലാ, സംസ്ഥാന കമ്മിറ്റികൾ സമാപിക്കുമ്പോൾ കോൺഗ്രസിന് സമാനമായി വിഭാഗീയതയും ഗ്രൂപ്പിസവും RSPയിൽ പാരിമിതയിലെത്തി. മട്ടന്നൂർ സീറ്റിന് പകരം ചടയമംഗലവും രണ്ടാമത്തെ പരിഗണന കാഞ്ഞങ്ങാടും ആയിരിക്കുമെന്ന് RSP നേതൃത്വം പറഞ്ഞു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.